Good morning students. നമ്മൾ ഇന്ന് +2 കൊമേഴ്സിൽ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ബിസിനസ് സ്റ്റഡീസിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ്. അതായത് ഒരു ബിസിനസ്സിന് നമ്മളൊക്കെ എല്ലാവരും ഭാവിയിൽ ഒരു ബിസിനസ് സംരംഭകരും എൻ്റർപ്രണറൊക്കെ ആവാൻ പോകുന്നതാണ്. അപ്പം എന്താണ് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് കൊണ്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ബിസിനസ്? Business may be defined as an activity involving regular production or purchase of goods and services for sale, transfer and exchange with the object of earning profit. എന്ന് വെച്ചാൽ എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ? നമ്മളൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഗുലർ ബേസിസിൽ നമ്മളൊരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുക്കുക അങ്ങനെയും ചെയ്യും. ഇപ്പം നമ്മൾ എഡ്യൂക്കേഷനൊക്കെ ചെയ്യുന്നത് എന്താണ്? പ്രോഡക്റ്റ് അല്ല, സർവീസാണ്. അപ്പോൾ പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസസോ എന്തിന് ഫോർ സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ ട്രാൻസ്ഫർ ചെയ്യുകയോ എക്സ്ചേഞ്ച് ചെയ്യുകയോ ചെയ്യുക. അതിനാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ് എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നത്? ടു ഏൺ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ബിസിനസ് എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ല എല്ലാവർക്കും? ഇതിൻ്റെ കൂടുതൽ ഇതിനെ വിവരിക്കേണ്ട കാര്യമല്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് റെഗുലർ ബേസിസിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഒബ്ജക്ട്സ് ആണ് എന്തെന്ന് പറയുന്നത്? ബിസിനസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് ഒരു ബിസിനസ് കൊണ്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? ബിസിനസ് ഇംപ്രൂവ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ദ പീപ്പിൾ ബൈ പ്രൊവൈഡിങ് ബെറ്റർ ക്വാളിറ്റി ആൻഡ് ലാർജ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അല്ലേ? എന്ന് വെച്ചാൽ ഒരു പീപ്പിൾസിൻ്റെ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അല്ലേ? നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ജനങ്ങൾക്ക് അവരുടെ അതുവരെ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി ഒരു ബെറ്റർ അഡ്വാൻസ്ഡ് ലിവിങ് സ്റ്റൈലിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, അവർക്ക് ഒരു ക്വാളിറ്റി പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, അതേപോലെ വെറൈറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ആൻഡ് ഏൺ എ ലൈവ്ലിഹുഡ്. അതായത് നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നുണ്ട് ഒരു ബിസിനസ് വരുന്നത് വഴി. അല്ലേ? അപ്പം കുറേ പേർക്ക് എന്ത് ചെയ്യുന്നു? ജോലി കിട്ടുന്നുണ്ട്. അപ്പം എന്ത് സംഭവിക്കുന്നു? നമുക്ക് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ടു വർക്കിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒരു ബിസിനസ് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. പിന്നെന്താണ്? ഇറ്റ് യൂട്ടിലൈസസ് ദ സ്കെയർ റിസോഴ്സസ് ഓഫ് ദ നേഷൻ ആൻഡ് ഫെസിലിറ്റേറ്റ് മാസ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അല്ലേ? നമുക്ക് നമ്മളെ സ്കെയർ റിസോഴ്സസിൻ്റെ ഒരു മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതുവഴി നമുക്ക് എന്ത് പറ്റുന്നു? പ്രൊഡക്ഷൻ്റെ ഒരു മാസ് കളക്റ്റീവ് ഓഫ് പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ എന്താ? ഇംപ്രൂവ്സ് നാഷണൽ ഇമേജ് ബൈ പ്രൊഡ്യൂസിങ് ആൻഡ് എക്സ്പോർട്ടിങ് ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ഫോറിൻ കൺട്രീസ്. അല്ലേ? നമുക്ക് നല്ല പ്രോഡക്റ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് അതർ കൺട്രീസിലേക്ക്, ഫോറിൻ കൺട്രീസിലേക്കൊക്കെ ഗുഡ്സിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും അവിടുത്തെ ഗുഡ്സിനെ ഇമ്പോർട്ട് ചെയ്യാനും ഒക്കെ എന്തായി പറ്റുന്നുണ്ടോ? ഒരു ഫോറിൻ കറൻസി ഏൺ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട് ഒരു ബിസിനസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി. പിന്നെ എന്താണ്? ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മോഡേൺ മെത്തേഡ്സ് പ്രൊഡക്ഷനിൽ നമുക്ക് പുതിയ മെത്തേഡ്സിനെ അഡ്വാൻസ് ടെക്നോളജീസിനൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനും അതിലൊക്കെ ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് നമുക്കൊരു ബിസിനസ് കൊണ്ട് പറ്റുന്നുണ്ട്. പിന്നെന്താണ്? പ്രൊമോട്ട് സോഷ്യൽ ഇൻട്രസ്റ്റ് ബൈ പ്രൊവൈഡിങ് ടൂറിസ്റ്റ് സർവീസസ്. അല്ലേ? നമുക്ക് സോഷ്യൽ ഇൻട്രസ്റ്റ്, നമുക്ക് ടൂറിസ്റ്റേഴ്സിനെ അതായത് നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ ബേസ് നമ്മൾ സർവീസസ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ടൂറിസ്റ്റ് സർവീസസ് ഒക്കെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അതൊരു ബിസിനസ് ആണല്ലോ. അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വലിയൊരു ലാർജ് സ്കെയിൽ ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഒക്കെ കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻസ് ആണ് ബിസിനസ് കൊണ്ട് നമുക്കുള്ളത്. എന്താണ്? ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഓവറോൾ നമ്മളെ ഒരു ലൊക്കാലിറ്റീൻ്റെ അല്ലെങ്കിൽ ഒരു ഏരിയയുടെ ഗ്രോത്ത്, അതുവഴി നമുക്കൊരു വലിയ നാഷണൽ ഗ്രോത്തിലേക്ക് തന്നെ നമ്മളെ എത്തിക്കാനായിട്ട് നമുക്കൊരു ബിസിനസ് കൊണ്ട് പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മളെ ബേസിൻ ഇനീഷ്യൽ സ്റ്റെപ്പാണത്. കുറേ അല്ലാതെ കുറേ പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് വായിച്ചാൽ അതറിയുന്ന എളുപ്പമുള്ള പോയിന്റ്സ് ഒക്കെയാണ്. അതായത് ഇറ്റ് ഓൾസോ ഫെസിലിറ്റേറ്റ് എക്സ്ചേഞ്ച് ഓഫ് കൾച്ചർ അമംഗ് ദ പീപ്പിൾ. അല്ലേ? ജനങ്ങളെ കൾച്ചറിനെ
എക്സ്ചേഞ്ച് ചെയ്യാൻ, അതായത് കുറച്ചുകൂടി പീപ്പിൾ ഇൻട്രാക്ഷൻ കൂടും ഒരു ബിസിനസ് വരുമ്പോൾ. അപ്പം നമുക്ക് എല്ലാവരുടെ കൾച്ചർ മനസ്സിലാക്കാനും കൾച്ചേഴ്സിനെ എന്താ പറയുക എക്സ്ചേഞ്ച് ചെയ്യാനും അത് മനസ്സിലാക്കാനും അതിനെ അഡോപ്റ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ബിസിനസ് വരുന്നതോടുകൂടി പറ്റുന്നുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് കൊണ്ടിൻ്റെ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ള അതിൽ നമുക്കൊരു 5 ഒബ്ജക്റ്റീവ്സ് നമ്മളിപ്പോൾ നോക്കുന്നുണ്ട്. 5 ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും ഒരു ബിസിനസ്സിൽ എന്ന് പറയുന്നത്. ഏതൊക്കെ രീതിയിലാണ് 5 ഒബ്ജക്റ്റീവ്സ്? ഫസ്റ്റ് വൺ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ്, ദെൻ സോഷ്യൽ ഒബ്ജക്റ്റീവ്, ഹ്യൂമൻ ഒബ്ജക്റ്റീവ്, നാഷണൽ ഒബ്ജക്റ്റീവ്, ദെൻ ഗ്ലോബൽ ഒബ്ജക്റ്റീവ്. അങ്ങനെ 5 ഒബ്ജക്റ്റീവ്സ് ആണത്. ഫസ്റ്റ് വൺ എന്താണ്? ഇക്കണോമിക് ഒബ്ജക്റ്റീവ്. ഇക്കണോമിക് ഒബ്ജക്റ്റീവ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? A business refers to the objectives of earning profit and those which have a direct impact of the profit earning objectives of business. അതായത് എക്കണോമിക് ഒബ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റ് ഏർണിംഗ് ഒബ്ജക്റ്റീവ് ആണ്. അതായത് ഒരു ബിസിനസ് നമ്മൾ പറഞ്ഞല്ലോ എന്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ടു ഏൺ പ്രോഫിറ്റ് ആണ്. അതാണ് ഇക്കണോമിക് ഒബ്ജക്റ്റീവ്സിൽ അതാണ് വരുന്നത്. അതിലെന്താണ് പറയണമെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ഏർണിംഗ് ആഡിക്വേറ്റ് പ്രോഫിറ്റ്, ഒരു ആഡിക്വേറ്റ് പ്രോഫിറ്റ് ഏൺ ചെയ്യുക, പിന്നെ എക്സ്പ്ലോറിംഗ് ന്യൂ മാർക്കറ്റ്സ് ആൻഡ് ക്രിയേഷൻ ഓഫ് മോർ കസ്റ്റമേഴ്സ്, അതായത് പുതിയ മാർക്കറ്റുകളെ കുറിച്ച് പഠിക്കുക, അറ്റ് ദ സെയിം ടൈം നമ്മൾക്ക് ധാരാളം കസ്റ്റമേഴ്സിനെ അതുവഴി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവാണ്. എക്കണോമിക് ഒബ്ജക്റ്റീവ്സിൽ വരുന്ന അവരുടെ മോട്ടീവ്സ് ആണ് നമ്മളിപ്പോൾ പറയുന്നത്. ഫസ്റ്റ് വൺ ആഡിക്വേറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുക, ദെൻ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്തിട്ട് കസ്റ്റമേഴ്സിനെ ഇമ്പ്രൂവ് ചെയ്യുക, ദെൻ എന്താണ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് ഓപ്പറേഷൻ, അല്ലെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് ഉണ്ടാക്കുക, അത് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത്, മേക്കിംഗ് ഇന്നോവേഷൻസ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ്, ദെൻ മേക്കിംഗ് യൂസ് ഓഫ് അവൈലബിൾ റിസോഴ്സസ് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ മാനർ, റിസോഴ്സസ് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത്. അതാണ് എക്കണോമിക് ഒബ്ജക്റ്റീവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ എന്താണ്? സോഷ്യൽ ഒബ്ജക്റ്റീവ്. സോഷ്യൽ ഒബ്ജക്റ്റീവ് കൊണ്ട് എന്താണ് പറയുന്നത് ഇവിടെ? വിച്ച് ആർ ഡിസൈഡ് ടു അച്ചീവ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ സൊസൈറ്റി. അതായത് സോഷ്യൽ ഒബ്ജക്റ്റീവിൽ ബിസിനസ് എന്തിനാണ് മോട്ടീവ് ചെയ്യുന്നത്? സോഷ്യൽ ബെനിഫിറ്റ് ഓഫ് സൊസൈറ്റി, സൊസൈറ്റിയുടെ ബെനിഫിറ്റിനെയാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എക്കണോമിക്കൽ പ്രോഫിറ്റ് ആണെങ്കിൽ സോഷ്യൽ ബെനിഫിറ്റ് ആണ്. സോഷ്യൽ ബെനിഫിറ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ ഓഫ് ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ്, അല്ലേ? നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ എന്താ പറയുക പ്രൊഡക്ഷനും അതിൻ്റെ സപ്ലൈയും അതിൻ്റെ ക്വാളിറ്റിയുമാണ് അതിൽ മെഷർ ചെയ്യുന്നത്. അതല്ല ഒരു സൊസൈറ്റീനെ ബാധിക്കുന്നത്. സെക്കൻഡ് എന്താ? മേക്കിംഗ് ഗുഡ്സ് അവൈലബിൾ അറ്റ് റീസണബിൾ പ്രൈസ്, അല്ലേ? അതിൻ്റെ പ്രൈസും നമ്മളെ സോഷ്യലി ബാധിക്കുന്ന കാര്യമാണ്. ഒരു റീസണബിൾ പ്രൈസിലായിരിക്കണം നമ്മളെ പ്രോഡക്റ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് സെയിൽ ചെയ്യേണ്ടത്. തേർഡ് വൺ എന്താണ്? അവോയ്ഡൻസ് ഓഫ് അൺഫെയർ പ്രാക്ടീസസ് ലൈക്ക് ഹോർഡിംഗ്, ബ്ലാക്ക് മാർക്കറ്റിംഗ്, ഓവർ ചാർജിങ് എക്സെട്ര, അല്ലേ? കരിഞ്ചന്തന്നൊക്കെ പറയും ബ്ലാക്ക് മാർക്കറ്റിംഗ്, അതുപോലെ ഗുഡ്സിൻ്റെ മുകളിൽ ഓവർ പ്രൈസിങ് ചാർജ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് കോൺട്രിബ്യൂട്ടിങ് ടുവേർഡ്സ് ജനറൽ വെൽഫെയർ ആൻഡ് അപ്ലിഫ്റ്റ് ഓഫ് ദ സൊസൈറ്റി, അതായത് ഒരു ജനറൽ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആയിരിക്കും ബിസിനസ് എന്ന് പറഞ്ഞാൽ, അല്ല? ഒരു ബിസിനസ് വരുന്നതോടുകൂടി നമ്മൾ പറഞ്ഞൊരു സോഷ്യൽ ഗ്രോത്ത് കൂടി അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ജനറൽ വെൽഫെയർ ആയിരിക്കണം അതിൻ്റെ ഒരു മോട്ടീവ് അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ സൊസൈറ്റീനെ എന്ത് ചെയ്യുക? അപ്ലിഫ്റ്റ് ചെയ്യുക, ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. ദെൻ എന്താണ്? ടേക്കിംഗ് സ്റ്റെപ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ, അല്ലേ? അതായത് എന്താണ്? നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു കസ്റ്റമേഴ്സിന് ഒരു അവയർനെസ് ഉണ്ടായിരിക്കുക, ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു അവയർനെസ് കൊടുക്കുക, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നതിനെ കുറിച്ചൊക്കെ ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. പിന്നെന്താണ് പറയുന്നത്? പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ്, നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് വൈൽഡ് ലൈഫ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് എൻവയോൺമെൻറ്റ്, അല്ലേ? അങ്ങനെയായിരിക്കണം ഒരു എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി, എക്കോ ഫ്രണ്ട്ലി ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കുക. അതേപോലെ തന്നെ എന്താണ്? നമ്മളെ റിസോഴ്സസിനെയൊക്കെ ഏറ്റവും നല്ല രീതിക്ക് യൂസ് ചെയ്യുക എന്നുള്ള അതൊരു സോഷ്യൽ ഒബ്ജക്റ്റീവാണ്. പിന്നെ എന്താണ്? ഹ്യൂമൻ ഒബ്ജക്റ്റീവ്. തേർഡ് ഒബ്ജക്റ്റീവാണ് ഹ്യൂമൻ ഒബ്ജക്റ്റീവ്. ഹ്യൂമൻ ഒബ്ജക്റ്റീവ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബിസിനസ് പ്രൈമർലി റെഫർ ടു ദ ഒബ്ജക്റ്റീവ്സ് എയിംഡ് അറ്റ് സേഫ് ഗാർഡിങ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് എംപ്ലോയീസ് ആൻഡ് ദയർ വെൽഫെയർ, അതായത് ബിസിനസ്സിലെ എംപ്ലോയീസിൻ്റെ വെൽഫെയറും അവരെ സേഫ്റ്റിയാണ് ഈ ഹ്യൂമൻ ഒബ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലെന്താ വരിക? പ്രൊവൈഡിങ് ഫെയർ റെമ്യൂണറേഷൻ ആൻഡ് ഇൻസെൻറ്റീവ് ടു ദ എംപ്ലോയീസ്, എംപ്ലോയീസിന് ഫെയർ ആയിട്ടുള്ള സാലറി പാക്കേജ് കൊടുക്കുക, അവരെ റെമ്യൂണറേഷൻ കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ.
പിന്നെ എന്താണ് അറേഞ്ച്മെന്റ് ഓഫ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് അല്ലേ, അവരെ വർക്കിംഗ് കണ്ടീഷൻസ് ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ